ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ഒരു വെറൈറ്റി ദോശ ഉണ്ടാക്കാനായി ഒരു കപ്പ് ചക്ക ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത ചക്ക ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. 2-3 ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും. ഇനി 2 കപ്പ് പച്ചരി വെള്ളത്തിൽ 3 മണിക്കൂർ കുതിർത്ത് വെച്ച ശേഷം കഴുകി ഇനി അരി ഒന്ന് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്ത ശേഷം ചക്കയും അതേപോലെ ഒരു കപ്പ് ചക്ക, അതേ കപ്പ് തന്നെ ഒരു കപ്പ് ചക്കയും, ഒരു കപ്പിലധികം ആയാലും കുഴപ്പമൊന്നുമില്ല. 2-3 ചെറിയുള്ളിയും ഒരു പച്ചമുളകും, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇത് നൈസായിട്ട് ഇത് അരച്ചെടുക്കാം. അരക്കുന്ന സമയത്ത് ഈ ഒഴിച്ച വെള്ളം മതിയാവുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം കൂടി പോകാൻ പാടില്ല, അധികം ആവാൻ പാടില്ല. അരച്ച മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈ ഒരു പാകത്തിനാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി മിക്സി ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സി ജാറ് കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. വെള്ളം അധികം ആവാതെ നോക്കണം. വേണമെങ്കിൽ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം നോക്കി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മുരിങ്ങേൻ്റെ ഇല എടുത്തിട്ടുണ്ട്. മുരിങ്ങേൻ്റെ ഇല കഴുകി അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായി മുറിച്ചിട്ട് അരിക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കണം. മുരിങ്ങയില ചെറുതായി മുറിച്ചിട്ട് കൊടുത്ത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും അതുപോലെ ചെറുതായി മുറിച്ച് അരിക്കൂട്ടിലേക്ക് ഇട്ട് അരിക്കൂട്ട് മാറ്റി വെക്കാം. ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കടായിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുന്ന സമയത്ത് 1/4 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ഇട്ട് കടുകൊന്ന് പൊട്ടി ഉഴുന്നുപരിപ്പ് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും മുരിങ്ങയില കുറച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് മുരിങ്ങയിലയും ഇട്ട് കൊടുത്ത ശേഷം 2 വറ്റൽമുളകും മുരിങ്ങയില ഇതുപോലെ വൃത്തിയാക്കി എടുത്ത് മുരിങ്ങയില ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഒരു സവാളയും 2 പച്ചമുളകും ചേർത്ത് കൊടുത്ത് ഇനി സവാള ഒന്ന് വാടി വരണം. വാടി വരുന്ന സമയത്ത് 2 ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായി മുറിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ മുറിച്ചതും ചേർത്ത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച ശേഷം അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പച്ച വെളിച്ചെണ്ണയും ഫ്രഷ് കറിവേപ്പിലയും ഇട്ട് കറി വാങ്ങി വെക്കാം. ഇനി ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ദോശക്കല്ലൊന്ന് ചൂടാവുന്ന സമയത്ത് തീ കുറച്ച് വെച്ച് ഒരു തവി മാവ് കോരി ഒഴിച്ച് ഇതുപോലെ പരത്തിയെടുക്കണം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് 1 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ദോശക്കല്ലിൽ നിന്ന് എടുക്കുക. പെട്ടെന്ന് തന്നെ വിട്ട് വരും, അധികം ഒട്ടിപ്പിടിക്കാതെ നല്ല സോഫ്റ്റ് ടേസ്റ്റുള്ള ദോശ ചുട്ടെടുക്കുക. ദോശ കാണുമ്പം തന്നെ അറിയാം നല്ല ദോശയാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. കറിയൊന്നും വേണമെന്നില്ല ഈ ദോശ കഴിക്കാൻ. ദോശ മുഴുവനായും ഇതുപോലെ ചുട്ടെടുക്കാം. ഒരു പ്രാവശ്യം നമുക്ക് ദോശ ചുട്ടെടുക്കുമ്പോൾ വൃത്തിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചുട്ടെടുക്കാൻ ഉള്ളൊരു ഉഷാറുണ്ടാവും. ദോശ മുഴുവനായി ചുട്ടെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കടലക്കറിയും ബാജിയും ദോശയും. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.
light up the night.